പ്രിയമുള്ള സുഹൃത്തുക്കളെ, വായനശാലയുടെ നല്ല പ്രവർത്തകരായിട്ടുള്ള മെമ്പർമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അടിയന്തര മീറ്റിംഗ് വിളിച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറയാണ്ടറിയാം, ഞങ്ങൾ ജോത്സ്യന്മാരൊന്നല്ല പറഞ്ഞാലും ഇതൊരു മീറ്റിംഗ് ആണ്. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളി. കുറച്ചുകൂടെ മാന്യമായിട്ട് നിങ്ങൾ സംസാരിക്കണം. എന്താണ് മാന്യത കുറവ്? എന്ത് മാന്യത കുറവ് ഞാൻ കാണിച്ചത്? പിന്നെ നിങ്ങൾ പറയാത്തൊരു കാര്യം ഞങ്ങൾക്ക് കണക്കൂട്ടി പറയാൻ ഞങ്ങൾക്ക് കഴിവുണ്ടോ? ഈ അടിയന്തര മീറ്റിംഗ് വിളിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാൻ വേണ്ടിയാണ്. അല്ലാണ്ട് നിങ്ങൾ ഞെട്ടിക്കണ വാർത്ത എന്താ ചാവ് പറയാ, അല്ലാണ്ട് മുൻകൂർ പറഞ്ഞ് ഞെട്ടിപ്പിക്കല്ലേ. ഈ മീറ്റിംഗ് നല്ല രീതിയിൽ നടത്താൻ നിങ്ങൾ സമ്മതിക്കൂ? നിങ്ങൾ നടത്ത്, അല്ലാണ്ട് പിന്നെ വെറുതെ വർത്താനം പറഞ്ഞു. ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു സെക്രട്ടറിയാണ്, കഴിവ് കെട്ട ഒരു പോങ്ങനാണെന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ. ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതിന്റെ വലിയ കാര്യമാണ്. അല്ല, ഇത് പറയുമ്പോഴാണോ നമ്മൾ ഞെട്ടേണ്ടത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സെക്രട്ടറി, സഭ്യമായ ഭാഷ സംസാരിക്കണം. ഇതൊരു മീറ്റിംഗ് ആണ്. എടോ, സഭ്യമായ ഭാഷ സംസാരിക്കാൻ ഒരുത്തിന് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊരു മീറ്റിംഗ് അല്ലേ? ഇവര് സംസാരിച്ചാലും കേട്ടല്ലേ? ഞങ്ങൾ സംസാരിക്കാൻ എങ്ങനെയാണ്? ഇങ്ങടമാര് ഇങ്ങനെ ഒരു പോങ്ങനായിട്ടുള്ള ഒരു സെക്രട്ടറി ഈ വായനശാലയുടെ ചരിത്രത്തിലുണ്ടായി. മുമ്പുണ്ടായിരുന്ന സെക്രട്ടറി ആണല്ലോ ഇവിടെ കൊണ്ട് മല മറിച്ചത്. ഞാൻ ചാർജ് എടുത്തതിന് ശേഷമല്ലേ ഈ വായനശാല ഈ ഒരു പരുവത്തിലായത്. ഞാനിവിടെ വരുമ്പോഴെന്താണ് പുസ്തകങ്ങൾ മുഴുവൻ കൂറ പിടിച്ച് നാൽപ്പൂരം കിടക്കായിരുന്നില്ല. ഇപ്പൊ ഇതിനൊക്കെ ഒരു അടുക്കും ചിട്ട ഉണ്ടാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾ ആയതിനു ശേഷം അടുക്കും ചിട്ടോടുള്ളത് അലമാരയിലിരിക്കേണ്ട ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് പുസ്തകമില്ല. മീറ്റിംഗ് വിളിച്ചോ മാത്രം വന്നാ പോരാ, ഇടയ്ക്കോ കയറി വരണതിനകത്തേക്ക് നന്നായിട്ട് കസേര ഉണ്ടാ. ഇപ്പൊ അധ്യക്ഷൻ ഇരിക്കണ കസേര തന്നെ നോക്ക്, ഇരുന്ന ചന്തി വളം കടിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ ഗ്രാൻഡ് കിട്ടിയ കായും കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുറെ സിംഗടികളും കൂടിയിട്ട് പുസ്തകം വാങ്ങിയാൻ പോയി ഇവിടുന്ന്? പോയില്ലേ? എന്താ നിങ്ങൾ കൊണ്ടുവന്ന്? നിങ്ങൾ അവിടുന്ന് സെക്കൻഡ് വിലക്ക് കിട്ടുന്ന കുറെ കുറെ പഴയ പുസ്തകങ്ങൾ കെട്ടി ചുമന്ന് കൊണ്ടുവന്നിട്ട് പുതിയ പുസ്തകങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ബില്ലും അങ്ങോട്ട് ഉണ്ടാക്കി എഴുതി തള്ളി ബാക്കിയൊക്കെ എടുത്ത് വിങ്ങില്ലേ? നിങ്ങൾ അനാവശ്യം പറയുന്നത്. ഞങ്ങൾ സംസ്കാരത്തോടെ നിങ്ങൾ സംസ്കാരത്തോടെ പെരുമാറാം. മുണ്ടിന്റെ മറക്കു ഇതൊരു പൊതു ചർച്ചയാണ്. നീ പുസ്തകം വായിക്കാൻ തുടങ്ങിയോ? കണ്ട, ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം അക്ഷരം അറിയാത്ത പോലും പുസ്തകം വായിക്കാൻ തുടങ്ങി. അതെ, സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സത്യശീലം കുറച്ചും കൂടി ഉയർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഒരു ലൈബ്രറിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇയാളുടെ പണി നോക്കണോ? ആദ്യം തന്റെ പണി കൃത്യമായിട്ട് ചെയ്യ്, കൃത്യമായിട്ട് സ്ഥാപനം തുറക്ക്. പിന്നെ ഇവിടെ വരുന്ന പുസ്തകങ്ങളെല്ലാം വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോടൊക്കെ വെക്കി. എന്തോ ആകെ എനിക്ക് കിട്ടണ നക്കാപ്പിച്ച, അത് നേരത്തിന് കിട്ടണില്ല. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. നിങ്ങൾ ചുമ്മാ തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തിനാ എല്ലാരും വിളിച്ചു വരുത്തിയെന്ന് പറ. നിർത്ത്, ഞാൻ പറയാം. നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, ഞാൻ എത്ര പോങ്ങനാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, നമ്മുടെ വായനശാലയുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ കുറെ നാളുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടു, എത്രയോ ചർച്ചകൾ നടത്തി. സോളാർ കൊണ്ടുവരാനുള്ള പരിപാടിയാവും.